ചാത്തമംഗലം അംഗൻവാടിയും ശ്രേയസ് സൗഭാഗ്യ സംഘവും ചേർന്ന് ഓണാഘോഷ പരിപാടി നടത്തി. പി.വി. ബിന്ദു സ്വാഗതവും വി.ജി. ശ്രീനിവാസൻ അധ്യക്ഷനുമായി. കെ.എസ്. ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളികളുടെ സ്ഥലങ്ങളിലെല്ലാം ഓണാഘോഷം നടക്കുകയാണ്. അംഗൻവാടി മുതൽ അങ്ങ് മുകളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് വരെ ഓണാഘോഷം നടക്കുകയാണ്. ആ അവസരത്തിലാണ് നമ്മളിങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്നത്. 2 ദിവസം മുമ്പ് കാലാവസ്ഥ എല്ലാം വളരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പം കാലാവസ്ഥ വീണ്ടും രൂക്ഷമായിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഈ ഇടുങ്ങിയ ഇടങ്ങളിൽ കുറച്ച് ആൾക്കാരെ നമ്മുടെ പ്രദേശത്തുള്ളൂ എങ്കിൽ പോലും എല്ലാ കുടുംബത്തിനും എല്ലാവരും വന്ന് ഈ പരിപാടി വളരെയധികം ഗംഭീരമാക്കാൻ സഹായിച്ച ഈ നല്ലവരായ നാട്ടുകാർക്ക് ആദ്യമായിട്ട് ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. നമുക്കറിയാം, ഇത് 2005 നമുക്ക് ഈ 12ാം വാർഡ് ഇവിടെ രൂപം കൊള്ളുന്നത്. 11ാം വാർഡിൻ്റെ കുറച്ച് ഭാഗവും 12ാം വാർഡിൻ്റെ മലപ്രദേശവും കൂടിയാണ് 12ാം വാർഡായിട്ട് ഇവിടെ നമ്മൾ രൂപം കൊള്ളുന്നത്. ആദ്യത്തെ ഇതിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് സേവനം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കറിയാം, അന്ന് ഈ വാർഡ് വരുമ്പോൾ ഈ വാർഡിൻ്റെ നിലവിൽ ഒരു അംഗൻവാടി ഉണ്ടായിരുന്നുള്ളൂ, പരുത്തിക്കൽ അംഗൻവാടിക്ക് സ്ഥലമില്ലായിരുന്നു. അതിങ്ങനെ ആരുടെയെങ്കിലും വീടിൻ്റെ സൈഡിലുള്ള ചാർത്തിലൊക്കെ പിള്ളേരെ കൂട്ടി അംഗൻവാടി പ്രവർത്തനം നടത്തിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴ, അതുപോലെ തന്നെ ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ ഒന്നുകിൽ SNDP പോകണം, കുഞ്ഞുമക്കൾക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ ചാത്തമംഗലം മരുതമ്പാടി എന്നീ 2 പ്രദേശത്ത് 2 അംഗൻവാടി വേണമെന്ന് ഞാൻ ബോർഡിൽ ആവശ്യപ്പെട്ട പ്രകാരം അന്ന് അന്നമ്മ കയ്യാകസായിരുന്നു പ്രസിഡന്റ്. അന്ന് 2 അംഗൻവാടി, ചാത്തമംഗലം അംഗൻവാടി, മരുതമ്പാടി അംഗൻവാടി അന്ന് അനുവദിച്ച് തരികയാണ് ചെയ്തത്. അത് അതിൻ്റെ ICDSൻ്റെ സൂപ്പർവൈസർ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പഞ്ചായത്തിൻ്റെ ഭരണാധികാരികളെല്ലാം കൂടി പ്രത്യേക അപേക്ഷ കൊടുത്ത് സർക്കാരിന് കൊടുത്ത് അന്ന് വരെ 33 അംഗൻവാടിയാണ് നമ്മുടെ ചെറുപ്പ പഞ്ചായത്തിലുണ്ടായിരുന്നത്. ലാസ്റ്റാണ് 2 അംഗൻവാടി 34-35 2 അംഗൻവാടി നമ്മുടെ ഈ വാർഡിൽ 12ാം വാർഡിൽ അനുവദിച്ച് തരികയാണ് ഉണ്ടായത്. അന്ന് നമ്മളിവിടെ വന്നു കഴിയുമ്പം ഇവിടെ ഭയങ്കര ഈ ഒരു സമയങ്ങളെല്ലാം പകൽ സമയത്ത് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റില്ല, അതുപോലെ കോടമഞ്ഞായിരിക്കും. ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇന്നത്തെ വൈസ് പ്രസിഡൻ്റായി ATV രാമകൃഷ്ണനാണ് ഉദ്ഘാടനം നടക്കാൻ വന്നത്. ആദ്യം ഇവിടെ വന്ന് കമ്മിറ്റിയൊക്കെ വിളിച്ചു, നാട്ടുകാരെല്ലാം സഹകരിച്ചു, എല്ലാവരോടും കൂട്ടായി അഭിപ്രായം തേടിയിട്ട് നമുക്ക് അംഗൻവാടി എവിടെ വെക്കണമെന്നൊരു സ്ഥലം നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. നമുക്കെല്ലാവരെയും മരിച്ചുപോയി നമ്മുടെ പാലക്കാട് ഞാഞ്ഞ ആ കമ്മിറ്റി ഇതിൽ യോഗത്തിലുണ്ടായിരുന്നു. പുള്ളിയാണ് പറഞ്ഞത്, പുള്ളിക്കൂട്ട് ഒരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ നമുക്ക് നടത്താം. ഒരു കടയായിരുന്നു അല്ലേ ജോലി? കടയായിരുന്നു. നമുക്ക് അവിടെ നടത്താമെന്ന് നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. എല്ലാവരും കൂടി പണിയെടുത്ത് വൃത്തിയായിട്ട് കെട്ടിടമെല്ലാം ശരിയാക്കി അവിടെ വെള്ളമൊക്കെ മോളിൽ നിന്നാണ് ഇപ്പം പുളിയാഞ്ചിറക്കാരുടെ വീടിൻ്റെ അവിടെ നോസിട്ടാണ് ഇങ്ങോട്ട് വെള്ളം കൊണ്ടിരുന്നത്. ഒരു 3 മണി സമയത്തായിരുന്നു, 3-3:30 ആയപ്പോഴാണ് ഉദ്ഘാടനം നടക്കുന്നത്. നല്ല കാലാവസ്ഥ എന്ന് വെച്ചാൽ മഴ തിമിർത്ത് പെയ്യുന്നൊരു കാലഘട്ടം. ആൾക്കാരുടെ ഈ ഭാഗത്തുള്ള എല്ലാ മനുഷ്യന്മാരും അന്ന് ഉദ്ഘാടനത്തിന് വന്നു, പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് 10 ദിവസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ അങ്ങനെ കെട്ടിടം തന്നെ വൃത്തിയാക്കി എടുക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് കുറച്ച് ബെഞ്ചും കുറച്ച് കസേര അതും ഇതെല്ലാം കൂടി പിള്ളേരും ഉണ്ടായിരുന്നു അന്ന് നല്ലപോലെ. നമ്മളന്ന് ഉദ്ഘാടനത്തിൽ വന്നു കഴിഞ്ഞപ്പം മഞ്ഞ് കാരണം ഇങ്ങനെ അടുത്ത് നിന്നാൽ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ല, ആ രീതിയിൽ മഞ്ഞായിരുന്നു അന്ന് ATV ഇവിടെ വന്ന് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് പിള്ളേരെ എല്ലാം അഭിസംബോധന ചെയ്ത് പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, ഇതുപോലെ കോരിച്ചൊരിയുന്ന മഴയ്ക്കും അതുപോലെ തന്നെ ഈ മഞ്ഞ് സമയത്ത് നിങ്ങളെല്ലാം അവിടെ എത്തിയില്ല, ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം കുറേ നാൾ ആ അംഗൻവാടി അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം പ്രത്യേക സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് കെട്ടിടം പണിയാൻ പറ്റിയില്ല, കാരണം പെട്ടെന്ന് തന്നെ ആ ഭരണസമിതി പോയി. തുടർന്നുള്ള ഭരണസമിതിയിലും എനിക്ക് പഞ്ചായത്ത് അംഗമായിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വിസിരിച്ചാട്ടിനായിരുന്നു ഇവിടുത്തെ ഈ വാർഡിലെ മെമ്പർ. വിസിരിച്ചാട്ടിൻ്റെ പ്രത്യേകിച്ച് താല്പര്യപ്രകാരം ഈ അംഗൻവാടിക്ക് വേണ്ടി കെട്ടിടം പണിയുകയും അതുപോലെ സ്ഥലം മേടിക്കുകയും കെട്ടിടം വരികയൊക്കെ ചെയ്തു. നല്ല രീതിയിൽ അംഗൻവാടി അന്ന് മുതൽ ഇങ്ങോട്ട് പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴത്തെ അംഗൻവാടി മരുതമ്പാടി അംഗൻവാടി ആണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആ അംഗൻവാടി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജു ഉറുമ്പിക്കുന്നിൽ, മഞ്ജു ജേസൺ, കുര്യാച്ചൻ പ്ലാത്തോട്ടം, രാജൻ വടക്കേതിൽ എന്നിവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുട്ടിക്കർഷകനായി തിരഞ്ഞെടുത്ത അയാൻ ശാതുലി, ഈ പ്രദേശത്തെ ഏറ്റവും പ്രായം കൂടിയ ബ്രിജിത്ത് വെളിയാനിപ്പറമ്പിൽ, പഞ്ചായത്തിന്റെ മികച്ച കർഷകനായ KS ഗോപി, ചാത്തമംഗലം പ്രദേശത്തെ മികച്ച കർഷകനായ കുര്യാച്ചൻ പ്ലാത്തോട്ടം, അംഗൻവാടി ജീവനക്കാരായ PV ബിന്ദു, ബിൻസി P എന്നിവരെ ആദരിച്ചു. തുടർന്ന് ശ്രേയസ് സൗഭാഗ്യ സംഘത്തിന്റെ ഭവന പദ്ധതിയുടെ ഭാഗമായി നൈറ്റി ലുങ്കി ചലഞ്ച് നടന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി.
സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം. ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ്. നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ, കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ. എംസാൻ, പീസാൻ, പാറപ്പൊടി, മെറ്റൽ, ജനൽ, അതിരുതൂൺ, വേലിത്തൂൺ, ഹോളോ ബ്രിക്സ്, ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു. ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു. തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ്